വനിതാ സംവരണ ബില്ലിൽ സമാജ്വാദിയും കോൺഗ്രസും സ്വീകരിക്കുന്നത് സ്ത്രീവിരുദ്ധ നിലപാടെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. പ്രതിപക്ഷ പാർട്ടികളുടെ സ്ത്രീവിരുദ്ധ നിലപാട് മറന്നീക്കി പുറത്തുവന്നു. രാജ്യത്ത് അസ്ഥിരത സൃഷ്ടിക്കാനാണ് ശ്രമമെന്നും യോഗി ആദിത്യനാഥ് ചൂണ്ടിക്കാട്ടി. സ്ത്രീവിരുദ്ധ പെരുമാറ്റത്തെ അപലപിക്കുന്ന പ്രമേയം പാസാക്കാൻ പ്രത്യേക സമ്മേളനം വിളിച്ചിട്ടുണ്ട് എന്നും ധൈര്യമുണ്ടെങ്കിൽ സഭയിലെത്തി നിലപാട് വിശദീകരിക്കണമെന്നും യോഗി ആദിത്യനാഥ്. विरोध के पीछे का उद्देश्य जो नारी शक्ति बंधन अधिनियम संशोधन विधेयक का विरोध करने के पीछे की उनकी मंशा क्या थी, इसके बारे में स्थिति को स्पष्ट करें। और अगर उनको लगता है कि उनके नेताओं ने गलत किया है, समाजवादी पार्टी या कांग्रेस के नेताओं ने गलत किया है, तो उनका दायित्व बनता है कि वे माफी मांगे या फिर इस निंदा प्रस्ताव को पारित करवा करके कांग्रेस, समाजवादी पार्टी और नारी शक्ति बंधन अधिनियम के संशोधन प्रस्ताव के समर्थन में वे लोग यहाँ पर अपनी स्थिति स्पष्ट करें. സമാജ്വാദി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും സ്ത്രീവിരുദ്ധ നിലപാട് തുറന്നു കാണിക്കുന്നതാണ് യോഗി ആദിത്യനാഥിന്റെ പ്രതികരണം. എന്തായാലും ഈ വനിതാ സംവരണ ബില്ലൊക്കെ സഭയിലെത്തിയപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ് എന്താണ് അവരുടെ യഥാർത്ഥ മുഖം എന്നുള്ളത്. അതൊരിക്കൽ കൂടി യോഗി ആദിത്യനാഥ് പറഞ്ഞു വെച്ചു എന്നുള്ളതാണ്. പറയൂ വിവരങ്ങൾ ദിലീപ്. രാഗി, യോഗി ആദിത്യനാഥിന്റെ ഏറ്റവും സുപ്രധാന ഒരു പ്രതികരണമാണ് അല്ലെങ്കിൽ ഒരു പ്രസംഗം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട സമാജ്വാദി പാർട്ടിയും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളും സ്വീകരിച്ച നിലപാടിനെതിരെ രൂക്ഷ വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. നിങ്ങൾക്ക് ധൈര്യമുണ്ട് എങ്കിൽ നിയമസഭയിൽ വന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ബില്ല് എതിർക്കാനുള്ള പ്രധാന കാരണം ഉന്നയിക്കണം, അല്ലെങ്കിൽ കാരണം വ്യക്തമാക്കണം എന്നൊരു വെല്ലുവിളിയാണ് അദ്ദേഹം ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക സഭ സമ്മേളിക്കുമെന്നുള്ളൊരു അറിയിപ്പും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. സമാജ്വാദി പാർട്ടി സംബന്ധിച്ചിടത്തോളം അഖിലേഷ് യാദവാണ് നേതൃത്വം നൽകുന്ന ഒരു പാർട്ടിയാണ്. സ്വാഭാവികമായിട്ടും സമാജ്വാദി പാർട്ടിക്കെതിരെ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ BJPയിലെ പ്രമുഖ നേതാക്കളും രൂക്ഷ വിമർശനമാണ് ആദ്യം മുതൽക്കേ ഉന്നയിച്ചത്. പ്രത്യേകിച്ച് വനിതാ സംവരണ ബില്ലിന്റെ പ്രസക്തി എന്താണെന്നും വനിതാ സംവരണ ബില്ല് എന്തിനു വേണ്ടിയാണ് കൊണ്ടുവന്നടക്കമുള്ള കാര്യങ്ങളെ പറ്റി വളരെ വ്യക്തമായി തന്നെ പാർലമെന്റിലെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ള വ്യക്തമാക്കിയിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ബില്ലിനെ എതിർത്തത്? അതിനുള്ള വ്യക്തമായ കാരണം നിങ്ങൾ ഈ നിയമസഭയിൽ ഉത്തർപ്രദേശിലെ നിയമസഭയിൽ വ്യക്തമാക്കണം എന്നടക്കമുള്ള കാര്യം തന്നെയാണ് ഇന്ന് യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയിരിക്കുന്നത്. രാഗി, എന്തായാലും ഈ സമാജ്വാദി പാർട്ടിയുടെയും കോൺഗ്രസിനെയും ഒക്കെ നിലപാട് നമ്മൾ കണ്ടതാണ്. സ്ത്രീവിരുദ്ധ നിലപാട് എന്താണ് എന്നുള്ളത് അവർക്ക് പറയാൻ മാത്രം. പക്ഷേ കാര്യത്തോട് അടുക്കുമ്പോൾ എന്താണ് യഥാർത്ഥ മുഖം എന്നുള്ളത് തന്നെയാണ് സഭയിൽ ഈ ബില്ലെത്തിയപ്പോൾ കണ്ടത്. അത് തന്നെയാണ് യോഗി ആദിത്യനാഥും പറഞ്ഞു വെച്ചത്.